മോളെ, നിനക്ക് ആ പാവ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹലോ. എടാ, എവിടെയാ? വേഗം വീട്ടിലേക്ക് വാ, ഒരു കാര്യം കാണിക്കാനുണ്ട്. ഇവിടെ എന്റെ വീട്, കാർ നിർത്ത്. ആ, ഓക്കെ ഓക്കെ. സീത, ജസ്റ്റ് എ മിനിറ്റ്. എന്താ അശോക, എന്തിനാ നിങ്ങൾ തിരക്ക് പിടിക്കുന്നേ? എടാ, അതങ്ങനെ ഫോണിൽ പറയാനൊന്നും പറ്റില്ല. നീ വേഗം വീട്ടിലേക്ക് വാ, ഞാനും അങ്ങോട്ട് വരുവാ. ഒരുപാട് ലേറ്റ് ആക്കാതെ ഞാനങ്ങ് വന്നേക്കടാ. സിഹി, നീ സിഹിയല്ലേ? നീ എന്റെ മകളല്ലേ? സീത, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവള് എന്റെ മോള് സിഹിയ. ഇവള് നമ്മുടെ മകളല്ല. അവളതേ നമ്മുടെ കാറിൽ ഇരിക്കുന്നു. ഇല്ല റാം, സിഹി. സിഹി അല്ല സീത, സിഹി നമ്മുടെ കാറിലുണ്ടെന്നേ. വാ, വേഗം പോണം, അശോക് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
സീത, സിഹിത ഇവിടെ തന്നെയുണ്ട്. സീത, സിഹിത ഇവിടെ ഉണ്ടെന്ന്. നീ വാ, വേഗം പോവാം സീത. സാധന, ഒരു കോഫി ഉണ്ടോ മോളെ? ഇതച്ഛ. കോഫി ഇപ്പൊ സാധനോട് ചോദിച്ചുള്ളൂ, അപ്പോഴേക്ക് നീ കൊണ്ടുവന്നോ മോളെ. താങ്ക് യു വെരി മച്ച്. രാമൻ സീതയെ സ്കൂളിലേക്ക് കൊണ്ടുപോട്ടെ ചോദിച്ചപ്പോ ഒരു സന്തോഷം തോന്നി. ശരി, കൊണ്ടുപോക്കളാനും പറഞ്ഞു. പക്ഷേ അതിപ്പോ ഒരു തലവേദനയായില്ലേ അച്ഛാ? അത് കാരണം നമുക്കെല്ലാവർക്കും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയായില്ലേ? നീ എന്താ മോളെ പറയുന്നേ? അതെ അച്ഛാ, സ്കൂളിൽ വെച്ച് സീത ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും മുമ്പിൽ നിന്ന് സിഹി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന മട്ടില സംസാരിച്ചതെന്ന്. ഓ, ആണോ? എല്ലാ പാരന്റ്സും സീതയ്ക്ക് ഭ്രാന്താണെന്ന് കരുതി അവരുടെ മക്കള് അവളുടെ അടുത്തൊന്നും നിൽക്കാൻ സമ്മതിച്ചില്ലത്രേ. എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇത് വിളിച്ചു പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമായി പോയി അച്ഛാ. അപ്പോ നല്ല ഡോക്ടറുടെ അടുത്ത് തന്നെ ട്രീറ്റ്മെന്റ് നടത്തുന്നേ. എന്നാലും അവൾക്ക് ഭേദാവുന്നില്ലല്ലോ. ഇതിനൊക്കെ സമയമെടുക്കും മോളെ. ഇനി എത്ര കാലം എന്ന് വെച്ചാ അച്ഛാ സീത ഇങ്ങനെ കഴിയാ? അല്ല, ഒരു സെക്കൻഡ് പോലും അവൾക്ക് സിഹി ജീവനോട് ഇല്ലാന്ന് തോന്നിയിട്ടില്ലേ? അവൾ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത് ജീവനില്ലാത്തൊരു പാവയാണെന്ന് അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? സീതയുടെ കണ്ടീഷൻ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യൂ അച്ഛാ? ഇതിന് അച്ഛൻ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. സീതയും രാമനെന്ന് വീട്ടിലേക്ക് വരട്ടെ, ഞാൻ അവരോട് സംസാരിച്ചോളാം. ഇന്ന് ഞാനൊരു തീരുമാനമെടുത്തോളാം. വെരി ഗുഡ് മിസ്റ്റർ ദേശായി. എന്റെ ട്രാക്കിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഈ ശ്രീരാം ദേശായി എന്തൊരു ദുഷ്ടനാ! ഈ പൈസക്കാരൊക്കെ ഇങ്ങനെയാണോ? ചേച്ചി, ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി തരൂ. ഏത് പാവയെ വേണ്ടത്? എനിക്ക് ഈ പാവ. സുബി, സുബി, ഇതെവിടുന്ന നിനക്ക് പുതിയ ഡ്രസ് കിട്ടിയത്? ഇത് ആരുടെയാ? ഇതോ സീതമ്മ ഇട്ട് തന്നതാ. സീതമ്മയോ? അതുപോട്ടെ, ജാക്കി ചേട്ടനും കുട്ടിലിംഗോ എവിടെ? അവരോ? അവര് സ്കൂളിന്റെ അടുത്തെവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അപ്പോ നീ എങ്ങനെയാ വന്നേ? അതോ ആ ശ്രീരാം ദേശയുടെ കാറിലാ വന്നേ. എന്ത്? ശ്രീറാം ദേശയുടെ കാറിലോ? അവരുടെ കാറിൽ എന്തിനാ വന്നേ? വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാ അവരുടെ കാറിൽ വന്നേ. ഇതെവിടുന്ന നിനക്ക് ഈ പാവക്കുട്ടി? സീതമ്മ വാങ്ങിച്ചു തന്നതാ കാവേരി ചേച്ചി. അവരെത്ര നല്ലവരാണെന്ന് അറിയോ? കാവേരി ചേച്ചി, സീതമ്മയാണ് എന്റെ അമ്മയായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ? അമ്മയെ കാണാൻ നിനക്ക് അത്രയ്ക്ക് കൊതിയാണോ? നിനക്ക് നിന്റെ അമ്മയെ പെട്ടെന്ന് കിട്ടും. വാ.
കാവേരി ചേച്ചി, ഇന്ന് ഞാൻ അവിടെ ഡാൻസ് ഒക്കെ കളിച്ചല്ലോ. ആണോ? പക്ഷേ ഞാൻ എങ്ങനെ ഡാൻസ് കളിച്ചെന്ന് അറിയില്ല. പക്ഷെ എല്ലാരും നല്ല കൈയടിയായിരുന്നു. നീ ഡാൻസ് കളിച്ച പിന്നെ കൈയടിക്കാതിരിക്കോ? കാവേരി, സുബി, നിങ്ങളുടെ മുത്തച്ഛനെ പോലീസ് വന്ന് കൊണ്ടുപോയല്ലോ. പോലീസോ? ചെറിയച്ച, അശോകേ, എന്തായി? ചെറിയച്ച, ഹാർഡ് ഡിസ്കിലെ ഡാറ്റ റിട്രീവ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ 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 ആയടാ. ഇതില് അവളെ ഇടിച്ച വണ്ടിയുടെ നമ്പർ കാണുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടതൊന്നും വെറുതെ ആയില്ല ചെറിയച്ച. രാം വരുമ്പം തന്നെ അവനിത് കാണിച്ചു കൊടുക്കാം. അശോക, ലവ് യു മാൻ. നീ മുത്താടാ. എനിക്ക് ഈ സന്തോഷം കൊണ്ട് ഒരു പെഗടിച്ചാ കൊള്ളാന്നുണ്ട്. ചെറിയച്ച, അടി ഞാൻ കുറച്ചതാടാ. എന്നാലും ഒരുപാട് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒരു പെഗ് വേണം. അശോക, എടാ എന്തു പറ്റി? എന്താ നീ എന്നോട് തിരക്ക് പിടിച്ച് വരാൻ പറഞ്ഞേ? എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? റാം നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എത്ര തിരക്കിട്ട് അവിടുന്ന് വന്നേന്നറിയാവോ? സീത, സ്കൂൾ ഡേ ഒക്കെ എങ്ങനെയുണ്ടായി? നന്നായി നടന്നല്ലോ. ആ അമ്മേ, വളരെ നന്നായിട്ട് നടന്നു. നിനക്ക് സന്തോഷായല്ലോ? എനിക്ക് അത്രയും മതി. ഒരു വശത്ത് സീതയുടെ സന്തോഷം സഹിക്കാൻ വയ്യാതെ തട്ടിയെടുത്തത് നീയാ. മറുവശത്ത് സീതയുടെ സന്തോഷമാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത് നീയാ. ആഹാ, എത്ര മുഖങ്ങളാ ഭാർഗവി നിനക്ക്. സർപ്രൈസ് എന്താണെന്നോ അമ്മേ? ഡാൻസ് കളിച്ച എല്ലാ കുട്ടികളും സിഹിയുടെ മാസ്ക് ഇട്ടിരുന്നു. ആ സ്പെഷ്യൽ പ്രോഗ്രാം എന്തിനാണെന്ന് മനസ്സിലായില്ല. റാം, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സീത, അപ്പോഴേക്കും നീ കണ്ടതല്ലേ എന്തൊക്കെയോ സംഭവിച്ചു. എന്താ സംഭവിച്ചേ? കുട്ടികളെല്ലാം നല്ലപോലെ ഡാൻസ് കളിക്കായിരുന്നു. അത് നമ്മുടെ സിഹിമോള് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞ് ഫയർ അലാം അടിച്ചു. കുട്ടികളെല്ലാം പരക്കം പാഞ്ഞു. ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയില്ല. സീത, സ്കൂളും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, ഒന്ന് പോയി റെസ്റ്റ് എടുക്കുമോളെ. എനിക്ക് ക്ഷീണമൊന്നുമില്ല മുത്തശ്ശ. പാവം സിഹിക്ക് ക്ഷീണം കാണും. ഡാൻസും കളിയും ഒക്കെ കഴിഞ്ഞതല്ലേ. വാ സിഹി, പോവാം. രാമ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ കാര്യം മുത്തശ്ശ? രാമ,
നീ കല്യാണം കഴിക്കണം, ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണം എന്നാ ഞാൻ ആഗ്രഹിച്ചേ. ഞാൻ ആഗ്രഹിച്ച പോലെ കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷേ നിന്റെ സുഖവും സമാധാനവും ഒരുപാട് കാലത്തേക്ക് ഉണ്ടായില്ല. നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്ന കണ്ടിട്ട് ഈ മുത്തശ്ശന് സഹിക്കുന്നില്ലടാ. ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആഹാ, ഭാർഗു മനസ്സുകൊണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പ അവളൊരു ഗൂഗിൾ എറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഒരു വിക്കറ്റ് വീഴുന്നുള്ള കാര്യം ഗ്യാരണ്ടി. മുത്തശ്ശ, നിങ്ങളൊക്കെ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. സീതയുടെ മനസ്സ് നിലതെറ്റി നിൽക്കുക. ഡോക്ടർ പറഞ്ഞത് വീണ്ടും സിഹിയെ കിട്ടിയ അവക്ക് ഭേദാവുന്ന. പക്ഷേ അത് സാധ്യമാണോ എന്ന് കരുതി എത്ര ദിവസം നമ്മളിങ്ങനെ സീത പ്രയാസപ്പെടുന്ന കണ്ടു നിൽക്കണം? അത് ശരിയാണോടാ? മുത്തശ്ശ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? സീതയെ ഞാൻ നോർമലാക്കിക്കോളാം. പ്ലീസ് ഗീവ് മീ സം ടൈം. ഇല്ല, ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലടാ. കുഴപ്പമില്ലല്ലോ. ദേശായി സാറ് അവരുടെ മരുമകളെ ആശുപത്രിയിലാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായി. ഞാൻ ശ്രമിച്ചത് വെറുതെ ആയില്ല. സീതയ്ക്ക് ഭേദമാകണമെന്നുണ്ടെങ്കിൽ നമ്മള് മുത്തശ്ശ, പ്ലീസ്. സീതയെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഒരു ഹോസ്പിറ്റലിലേക്ക് അവളെ ആക്കില്ല. എന്തിനാ നിങ്ങൾ എന്നെ മുത്തശ്ശനെ കൊണ്ടുപോകുന്നേ? വിട്. നീ ഏതാ മോളെ? ഞാൻ സുബി. ഇവരെന്നെ മുത്തശ്ശനാ. ഇത് എന്റെ ജാക്കി ചേട്ടനാ. ഇവരെ എന്തിനാ കൊണ്ടുപോകുന്നേ? ഇവരെന്ത് തെറ്റാ ചെയ്തത്? സാറേ, ദയവ് ചെയ്ത് ഞങ്ങളെ വിട് സാറേ. സാറേ, ഞങ്ങളെ ലീവ് ചെയ്യൂ സാറേ, പ്ലീസ് സാർ. ദേശായി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് വെറുതെ വിടുന്നേ. ദേശായിയോ? ആ, അതെ അതെ. നിങ്ങൾ അവർക്ക് 3 ലക്ഷം കൊടുത്തല്ലേ ഈ സ്ഥലം വേണമെന്ന് പറഞ്ഞ്? എവിടുന്നാണോ നിങ്ങൾക്ക് ഇത്രയധികം കാശ്? മോഷ്ടിച്ചതാണോടാ, അതോ പോക്കറ്റ് അടിച്ചാണോ? അതറിയാൻ വേണ്ടി നിന്റെ മുത്തച്ഛനെ കൊണ്ടുപോകുന്നേ. പിടിച്ചോണ്ട് വാടാ. എന്താണ് നോക്കി നിൽക്കുന്നത്? സാറേ 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 ഞാനൊന്നും മോട്ടിച്ചില്ല സാറേ. ആ ദേശായി കമ്പനിയാ ഞങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്. ഞങ്ങൾ കൂട്ടിവെച്ചത് കൊടുത്തതാ സാറേ. ദേശായി ഗ്രൂപ്പിനെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? അവരെ എതിർക്കാൻ നിന്ന് അവര് വെറുതെ വിടുവോ നിന്നെ? എന്താ നോക്കി നിൽക്കുന്നത്? കൊണ്ടുവാടോ. അപ്പു, അച്ഛൻ എന്തു പറഞ്ഞാൽ അത് സീതയുടെ നല്ലതിനല്ലേടാ.
നീ ഒന്ന് സമാധാനത്തോടെ ആലോചിക്കപ്പോ. ഐ എം സോറി മേമ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആരെന്തൊക്കെ പറഞ്ഞാലും സീത ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് അയക്കില്ല എന്ന്. ഐ എം റിയലി സോറി മുത്തശ്ശ. നിൽക്കടാ. അവളെ പറഞ്ഞയക്കാൻ ആരാ പറഞ്ഞത്? അവളെ എങ്ങോട്ടും പറഞ്ഞയക്കുന്നില്ല. പിന്നെ സിഹിയെ പോലുള്ളൊരു കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അവളാണ് സിഹിയെന്ന് സീതയെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ടെങ്കിലും സീതയ്ക്ക് ഭേദമാകുമെന്ന് നോക്കാം. നമുക്ക് അങ്ങനെ ചെയ്താലോ? എന്നെ പോലുള്ളൊരു കുട്ടി എന്ന് പറയുമ്പോ സുബ്ബിയാണോ? അതെ രാമ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. അതേടാ, സൂര്യ പറഞ്ഞതിൽ കാര്യമുണ്ട്. പക്ഷെ മുത്തശ്ശ, ഏതെങ്കിലും ഒരു കുഞ്ഞിന് സിഹിയായി മാറാൻ എങ്ങനെ സാധിക്കും? എടാ, ജീവനില്ലാത്തൊരു പാവയെ വരെ സീത സിഹിയാണെന്ന് കരുതിയില്ലേ? അപ്പൊ പിന്നെ ജീവനുള്ളൊരു കുട്ടി കൺമുന്നിൽ വരുമ്പോൾ അത് സിഹിയാണെന്ന് അവൾ കരുതാതിരിക്കോടാ? സീത, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവള് എന്റെ മോള് സിഹിയ. ഇവള് നമ്മുടെ മകളല്ല സീത. ഇല്ല റാം, സിഹി. രാമ, ഒന്ന് ആലോചിക്കണം. സീതയുടെ കൺമുന്നില് അതേ പ്രായമുള്ളൊരു കുട്ടി വന്ന ആ കുഞ്ഞിനെ സ്നേഹിച്ചും ലാളിച്ചും സീതയ്ക്ക് ഭേദാകുമെന്ന് ശക്തമായിട്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട്.